ഇനി ഏട്ടൻ കാര്യങ്ങൾ നോക്കിക്കോളാം. വെള്ളച്ചിലെടുത്താ കൊന്നുകളയും ഞാൻ. നേരെ കൈ പൊങ്ങുന്നത് ദാസപ്പെടാൻ പോയി നോക്കി. ഓ എന്താ കുഞ്ഞെ, ആ കുട്ടിയെ അവരെ ഉപദ്രവിക്കുക. സഹജൻ, സ്ത്രീകളെ ഞാൻ തല്ലില്ല, അതെന്റെ പോളിസിയാ. മോളെ, നിനക്ക് കിട്ടിയ എന്റെ പലിശ ചേർത്ത് തിരിച്ചു കൊടുത്തേക്ക്. കൊടുക്കുഞ്ഞേ. ഇനി ഏട്ടൻ കാര്യങ്ങൾ നോക്കിക്കോളാം. കുഞ്ഞേ, മുഖത്തിട്ടടിക്കുന്നോടാ. എന്റെ പിള്ളേരെ തുറന്നോടാ. ഇങ്ങോട്ട് തടങ്ങ. പെണ്ണുങ്ങളെ അടിക്കൂലെന്ന് ഞാൻ പറഞ്ഞതാ, അത് മാറ്റണോ? ആദി, മോനെ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? മോനെ, സഞ്ജേട്ടാ, നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ? അത് കഴിഞ്ഞ ഓഡിറ്റോറിയത്തിലേക്ക് പോയാൽ മതി. മോളെ, ഇനി മുഹൂർത്തം തീരാൻ അധിക സമയമില്ല. മാളു കുഞ്ഞ് ഓഡിറ്റോറിയത്തിൽ എത്താതെ അമൃത മോളുടെ കഴുത്തിൽ താലി കയറില്ല.
ആദിയുടെ കാര്യം? മളു നീ പേടിക്കണ്ട, നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. നമുക്ക് ഡോക്ടറെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിളിപ്പിച്ചാൽ പോരെ? അപ്പൊ കല്യാണവും മുടങ്ങില്ല, ആദിക്ക് വേണ്ട ട്രീറ്റ്മെന്റും കിട്ടും. ദാസപ്പൻ ചേട്ടാ, വേഗം മുത്തശ്ശനെ വിളിക്ക്. ഓ മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തുന്നു പറ. ഓ ഓ ഓ ആ ദാസപ്പേട്ട, ഏ ആദിയുടെ കാറ് വഴി കിടക്കല്ലേ, അത് ഓഡിറ്റോറിയത്തിൽ എത്തിക്കാനുള്ള ഏർപ്പാട് കൂടെ ചെയ്യണം. ഓ. അതുകൂടെ പറയണേ. ഓ പറയാം. നമ്പ്യാർ അദ്ദേഹം അതിനുള്ള വഴി കാണും. ആ. ഹലോ, ഡോക്ടർ, ആദിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ നിലയ്ക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഓ, റെസ്റ്റ് എടുത്താൽ മതി. ഉം. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോളൂ. ആയിക്കോട്ടെ. ആ ആ, അല്ല, പേടിക്കാനൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, പക്ഷേ നല്ല ശ്രദ്ധ വേണം. ഓ, തലക്കടിയേറ്റതല്ലേ. ആ ശരി. അപ്പൊ ശരി. ആ ആ ആ രാജ, ഓ ദാ കൊടുത്തേക്കാം. കൃത്യസമയത്ത് സാജൻ ചേട്ടൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ ആയേനെന്ന് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ദാസപ്പൻ പറഞ്ഞതുപോലെ രാമപുരത്ത് അമ്മ തന്നെയാണ് സാജനെ ആ സമയത്ത് അവിടെ എത്തിച്ചത്. സാജൻ ചെയ്ത ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ആ ശരിയാ. ഛേ, ഇത്രയൊക്കെ നന്ദി പറയാനും മാത്രം ഞാൻ അത്രയ്ക്കും വലിയ സഹായമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാളെ ഞാനൊന്ന് വീണുപോയാൽ എന്റെ നേരെയും സഹായിക്കാൻ ഒരു കൈ നീളണമല്ലോ. അതെ, ഉറപ്പായും. മനുഷ്യന് കഷ്ടകാലം വരുമ്പോ പണമോ പവറോ ഒന്നുമല്ല അവന്റെ കൂടെ നിൽക്കുന്നത്. അവനെ സഹായിക്കാനായി ഓടിയെത്തുന്നത് മനുഷ്യർ തന്നെയാ. അതെ, ശരിയാണ്. ഇന്ന് എന്നെ അവിടെ എത്തിച്ചത് എന്റെ കഴിവൊന്നുമല്ല, ആദിയുടെ ഭാഗ്യമാണ്. പുത്തൻപുരക്കിലേറെ ആർക്കൊക്കെയോ ചെയ്ത നന്മകളാ എന്റെ രൂപത്തില് ആദിക്കിന്ന് രക്ഷയ്ക്ക് ഉപകരിച്ചത്. സമയത്രേ? മുഹൂർത്തം കഴിഞ്ഞോ? ആദ്യ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മുഹൂർത്തത്തിന് ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. അതെ, താലി കെട്ടാൻ സമയായി. എല്ലാരും അങ്ങോട്ട് വരും. നീ ചാടിപ്പടച്ച് എഴുന്നേക്കണ്ട, കിടന്നോ. ചേച്ചിയുടെ വിവാഹം കാണണമെന്ന് ആദിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? സാജ, അമ്മുന്റെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആദിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് സാജനും കേട്ടതല്ലേ, തലയ്ക്കടി കിട്ടിയതല്ലേ. ആദി കിടന്നോട്ടെ. ഇനിയിപ്പോ എഴുന്നേറ്റ് നടന്ന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാലോ.